കേട്ട കുശുമ്പി ഇതുപോലത്തെ കുശുമ്പി ഉണ്ടോ അവളെ പോലെ? അയ്യോ ഭഗവാനെ, ഇത്രയും കുശുമ്പി ഉണ്ടോ അവള്? അവളെ പോലെ കുശുമ്പി എന്റെ കൊച്ചിനെ വരെ അവള് പറഞ്ഞതാ. അവള് എന്റെ കൊച്ചിപ്പോ കോടീശ്വരി അതോടി ചോദിച്ചതാ. ആ കള്ളി ചോദിച്ചതാ. ചേട്ടാ ചോദിച്ചത് കേട്ടവരുണ്ട് ഇവിടെ, കേട്ടവരുണ്ട്. കാണിക്കപ്പള്ളി സാമ്പേനെ നല്ലപോലെ കേട്ടോ. ആര് വൈപ്പഴി പറയും എന്തോ കുത്തിയാണെന്ന്. ഭർത്താവ് ഇങ്ങോട്ട് ചത്ത് അവിടെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് ചേട്ടത്തിയുടെ കുത്തിയായിരുന്നത് പക്ഷെ ഇപ്പോഴും അറിയാം. ഭർത്താവ് ചത്ത് വന്നതാണ് ചേട്ടത്തിയോട് കുത്തിയായിരുന്നത്. എന്നിട്ട് ഭർത്താവിനെ കൊല്ലേച്ച് എന്നെ കൊല്ലണം അതിനുള്ള ഇതാണ്. അവിടെ വന്നപ്പോഴാ എനിക്ക് ചാതയെ കൊണ്ടുവന്ന് ഞാൻ കാണുന്നില്ല. കാര്യത്തിന് പോകാറില്ല. അവിടെ വീട്ടിലൊന്നും ഒരു വീടിനും പോയില്ല. അപ്പൊ എല്ലാവരെയും സ്വത്ത് വേണം. സ്വത്ത് എല്ലാരെയും കൊന്നും പലവിളിച്ചും ഒക്കെ സ്വത്ത് വേണം നമുക്ക്. എന്തുവരെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്? ഇപ്പൊ ഞാൻ വീട്ടിലുണ്ടോ വെള്ളം ഒഴിക്കുന്നതിനകത്തല്ല. തൊണ്ടയിലായി പറഞ്ഞു നേരെ എന്റെ കൊച്ചുമോടെ കാര്യങ്ങൾ പറഞ്ഞു. സ്വത്തിന് നടക്കുക. സ്വത്തിന് കുറെ അമ്മാരിമാര് സ്വത്ത് എന്റെ സ്വത്ത് പിടിച്ച് വരയ്ക്കണം. എനിക്ക് കിടക്കണം ഇവിടെ അങ്ങനെ വാങ്ങിച്ചാൽ എനിക്കറിയാം. എനിക്ക് കോടതി കൊടുത്താൽ എനിക്ക് തരുന്നത് ഇന്നതാണെന്നുള്ളത് തെളിവുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞ തെളിവ് എന്തെങ്കിലും ഇരിക്കൊണ്ട് എനിക്ക് അല്ലാതെ കണ്ട ആണുങ്ങളുടെ 15,000 ഞാൻ വാങ്ങിക്കില്ല. 15,000 രൂപ കണ്ട ആണുങ്ങളെ 15,000 രൂപയൊന്നുമല്ല വാങ്ങിക്കുന്നത്. എന്റെ അച്ഛന്റെ 15,000 രൂപ, എന്റെ അച്ഛന്റെ 15,000 രൂപ ഞാൻ വാങ്ങിക്കുന്നത്. അല്ലാതെ കണ്ട ആണുങ്ങളെ പൈസയൊന്നുമല്ല ഞാൻ വാങ്ങിക്കുന്നത്. അവളങ്ങനെ നോക്കാൻ ഉണ്ടാക്കാൻ എന്താ വെച്ചാ ഞാൻ എനിക്ക് ആരാണ്ട് ആണുങ്ങൾ അയക്കുന്നത് എന്ന് പറഞ്ഞോണ്ടൊക്കെ കഥയുണ്ടാക്കാൻ അവിടെ ഇരിക്കുന്നത്. അതൊന്നും വേണ്ട. ആ കഥയിലൂടെ എനിക്ക് വരുന്ന പൈസ കണ്ട ആണുങ്ങളല്ല എന്റെ ഭർത്താവിന്റെ പൈസ. അല്ല ഇവിടെ 15,000 എടുത്ത് കണ്ട ആണുങ്ങളായി കൊടുത്തേച്ച് എന്റെ ഇതിലോട്ട് അയക്കുമ്പോ കണ്ട ആണുങ്ങളെ എനിക്ക് അയച്ചു തരുന്നതെന്ന് വരുത്താൻ അതും വേണ്ട. അങ്ങനെ പല പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ട്. ആണുങ്ങളെയായും പെണ്ണുങ്ങളെയായും ആണുങ്ങളൊന്നുമല്ല വാങ്ങിക്കുന്നത്. ഞാൻ എന്റെ അച്ഛന്റെയാ വാങ്ങിക്കുന്നത്. എന്റെ അച്ഛന്റെയാ വാങ്ങിക്കുന്നത്. അല്ലാതെ അവിടെയല്ല ആണുങ്ങളെ വേണ്ട. തെളിവുണ്ട്. അവൾ എടുക്കുന്നതിന് തെളിവുണ്ട്. പാസ്ബുക്കിൽ അവള് എന്താ ചാലക്കുടിയും അവിടുന്ന് ഇവിടുന്ന് എല്ലാം എടുത്തതിന് തെളിവുണ്ട്. പാസ്ബുക്കിലും ബാങ്കിൽ എല്ലാ റെക്കോർഡും ഉണ്ട്. ഇവര് ഇരിക്കുന്നിടത്തുനിന്ന് ഈ പൈസ എടുക്കുന്നതിനുള്ളത്. വർഷങ്ങളായിട്ട് ഇവിടെ എടുക്കുന്നതിനുള്ളതിന് തെളിവുണ്ട്. ഇപ്പൊ ചാലക്കുടിയും മറ്റേടത്തും മറ്റേടത്തുനിന്നാണ് ഇവിടെ എടുക്കുന്നതിനുള്ളത്. എവിടുന്ന് പണം എടുക്കാം. അല്ല ഇതിനടുത്തൊന്നും എടുക്കാമെന്നൊന്നും ഇല്ല. പൈസ ഉണ്ടെങ്കിൽ എവിടുന്ന് കൊടുക്കാം. തൃശ്ശൂർ ഇരിക്കുന്ന ചാലക്കുടിയിലൊക്കെ പൈസ എടുക്കുന്ന അവളാണ്. അവളുടെ കഴിവുണ്ട്. പിന്നെ ആരാണ് എടുക്കുന്നതെന്നും എവിടുന്ന് ATM കാർഡ് എടുക്കുന്നതെന്നും എല്ലാം ആളുകൾക്ക് തെളിയിക്കാൻ പറ്റും. ഇതെല്ലാം ഇപ്പൊ എല്ലാം അവളെ എനിക്ക് കാശിയെന്നൊന്നും പറഞ്ഞ് എന്റെ സ്വത്തിന് മൊത്തം സ്വത്തും പോലൊന്നും അടിക്കാമെന്ന് അവൾ വിചാരിക്കണ്ട. ഇതുവരെ പറയാൻ വന്നാണ് പറഞ്ഞോ. അവൾ പറഞ്ഞില്ലല്ലോ ഞാൻ എന്റെ കാശാണ് തരുന്നത്. എനിക്കറിയാം എന്റെ കാശാണ് തരുന്നത്. നിങ്ങൾക്കറിയാം. പക്ഷെ അവള് മുതുകണ്ടി അവള് പറയുന്നു ഞാനങ്ങ് തരുവാണെന്ന്. അവള് ഏതോ വലിയ കോടീശ്വരി എന്ന് തരുവാ എനിക്ക്. നിന്നോട് എന്ത് പറഞ്ഞു? അങ്ങനെ പറയാം. അവളെ എനിക്കൊരു ചെലവിന് എടുക്കണം. അങ്ങനെ വേണേ പറയും. പറഞ്ഞില്ലല്ലോ. പറയാൻ വന്നില്ലല്ലോ. പറയാത്ത കാര്യം പറയണ്ട. പറയാത്ത കാര്യമൊന്നും പറയണ്ട. അവൾ ഒത്തിരി കള്ളത്തരം എന്നെ കുറിച്ച് പറയുന്നുണ്ട്. അവൾ ഒത്തിരി കള്ളത്തരം എന്നെ കുറിച്ച് ചെയ്യുന്നുണ്ട്. മുതു തള്ളി സ്വന്തം ഭർത്താവിനെ കൊന്നു നിന്നവർക്ക് പിന്നെ വല്ലവരെയും കൊല്ലാൻ പറ്റുമോ? സ്വന്തം ഭർത്താവിനെ കൊന്നു നിന്നവർക്ക് വല്ലവരെയും ചെയ്യാൻ വല്ല മറ്റുണ്ടോ? സ്വന്തം ഭർത്താവിനെ കൊന്നു നിന്നവർക്ക് സ്വന്തം ഭർത്താവിനെ അവിടെ ഒടുക്കത്തെ പോക്കി കള്ളത്തരം ചെയ്യുന്നവരുടെ ഒടുക്കത്തെ പോക്ക് ഭഗവാനെ പോയെ. അവിടെ നമ്മളെ ഇത്രയും നശിപ്പിച്ചത് അവിടെ ഒടുക്കത്തെ പോക്ക് പോലെ ഭഗവാനെ. അവിടെ 2 പെൺമക്കളെ ഒടുക്കത്തെ പോക്ക്. അതുപോലെ ദ്രോഹമായിരുന്നു ചെയ്യുന്നത്. ഇതുപോലെ ദ്രോഹം ചെയ്യുന്ന ഒരു വ്യക്തിയില്ല. അതായത് കള്ളത്തരം ചെയ്ത എന്റെ പാസ്പോർട്ട് എടുത്തോണ്ട് പോയ കട്ട കള്ളനെ ദൈവം അന്നേരം റെഡിയാക്കി. കെട്ട കള്ളനെ അവനെ അതുപോലെ റെഡിയാക്കും. എല്ലാവരെയും എന്റെ വീട്ടിൽ കയറി എന്റെ പാസ്പോർട്ട് കത്ത കള്ളൻ അജേഷ് ജീവനോടില്ല. അതുപോലെ ദൈവം റെഡിയാക്കും.
വന്ന് കാണുന്നില്ല. നീ എന്നെ എനിക്ക് തോന്നുന്നു നീ എന്നെ എന്ത് ചെയ്യാന് എന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. 3 കോടി വേണമെന്ന് പറഞ്ഞാൽ നടക്കുമല്ലോ. 3 കോടി കണ്ടവനെല്ലാം ബോധം കെട്ടി 3 കോടി ഉണ്ടാക്കുന്ന പോലെ എന്നെ അങ്ങ് റെഡിയാക്കി 3 കോടിക്ക് നടക്കുക. നാട്ടുകാർക്കെല്ലാം അറിയാം 3 കോടി എല്ലാം ഇതുപോലെ അഴിച്ചു കൊണ്ടുവന്നിട്ട് 3 കോടി എല്ലാം എടുത്തോണ്ട് നടക്കുക. 3 കോടി അതുപോലെ എന്നെ അങ്ങ് വെച്ച് 3 കോടി ഉണ്ടാക്കി ചോദിക്കാമെന്ന് വെച്ചാൽ ആളുകാരെ അമ്മാരുടെ വിചാരം. പക്ഷേ വല്യത്തുകാരി ഒരു അവസ്ഥയുണ്ട്. രാജം അവള് പണിയുന്ന എണീറ്റിക്ക് വെള്ളമായിരുന്നു. നമ്മള് എറണാകുളത്ത് പോകുന്ന അവിടെ പാലിന്റെ പാല് ഇളവെല്ലാം കളിച്ചു വെച്ച പാല് നമ്മുടെ അവിടെയൊക്കെ പോകുന്ന ബോധം കെട്ടാനാണെങ്കിൽ ചായ എണീറ്റിക്ക് ഞാൻ രാവിലെ എണീറ്റ് പോകാൻ നേരത്ത് അവിടെ പാലും തൂക്കി വരിക. നമ്മളത് കുടിച്ചിട്ട് പോയാൽ നമ്മളെ ബോധം കെട്ടി ആശുപത്രിയിലാക്കി അവിടെ ആ കല്ലി. അതുപോലെ തന്നെയാണ് 10 മാസം കൊണ്ട് ഭർത്താവിനെ കൊച്ചിനെ കൊന്നിട്ട് നടക്കുന്ന കല്ലി പോകാൻ. നീ ആരെയും കൊണ്ടാണ് അറിയടി. നീ ആരെയും കൊണ്ടാണ് അങ്ങ് നടക്കാൻ നല്ലതായിട്ട് നടക്കും. നീ ആരെയും കൊണ്ടാതെ നീ അങ്ങ് നടക്കാൻ. നീ കൊല്ലാതിന്റെ ഭർത്താവില്ലല്ലോ ഇപ്പൊ കൊല്ലാതെ തന്നെ അവനവന്റെ ഇല്ലയോ അവനങ്ങ് പോയില്ലയോ. നീ ഭർത്താവിനെ കൊല്ലാൻ നടക്കരുത്. ഞങ്ങളാരെയും എന്റെ ഭർത്താവിനെ മരിച്ചു ഞാൻ കൊന്നതല്ല. എന്റെ ഭർത്താവിനെ കൊന്നത് അങ്ങനെ ഇവിടെ ആശുപത്രി ഇവിടെ വന്നാ അറ്റാക്ക് വന്ന് മരിച്ചത് അല്ല വേറെ ഒന്നും. ഇവിടെ അവിടെ ഇവിടെ വന്നപ്പോഴാ അങ്ങനെ അറ്റാക്ക് വന്ന് പിന്നെ മാളികയെ പുളിയും വന്ന് വീട്ടിൽ വന്ന് പിടിച്ചത് ആശുപത്രിയിലാണ്. അങ്ങനെ 4 അടി അവനെ കൊന്നു നീ പറയുന്നത്. കണ്ടേരെ കട്ടുകൊണ്ടാണ് ജലജയെല്ലാം കൊടുത്ത് പോകുന്നേക്ക് അവളുടെ അവിടെ പമ്മി ഇരുന്നേക്ക് വന്ന അന്ന് തന്നെ അവൾ അന്നാ പോയതോട് എന്നിട്ട് പോയേച്ച് അവൾ തിരിച്ചു വന്നിങ്ങനെ എന്റെ ഭർത്താവ് മരിക്കുന്നതിന് അത് പറയുന്നത് എന്തിനാണ്? അവള് മരിക്കില്ല അവള് ഇവിടെ വന്നുമില്ല. ഇന്നലെ പിന്നെയൊക്കെ പറയാൻ എങ്ങനെ അറിയാം നീ കല്ലിക്കടി ഓർമ്മ മോളെ. നീ എവിടെ എരിക്കടി പറ്റി നീ ഞാൻ കണ്ടേ കടി ഓർമ്മ മോളെ. വേറെ എന്നോട് നീ സംസാരിക്കരുത്. പൊള്ളി വെക്കാൻ ഇച്ചിരി അടിക്കി അങ്ങോട്ട് തുടങ്ങിയത് മുഖം മറച്ചപ്പോഴത്തെ നിങ്ങളുടെ താറേ ഇങ്ങനെ വന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതെല്ലാം വന്ന് ശരിക്കും കണ്ടോണ്ടിരിക്കുക. താറേ വന്ന് ഇറങ്ങി അവളെ ഭർത്താവും കൂടെ മഞ്ചേരിയിൽ ഇറങ്ങാണ്ടായിരുന്നു അവിടെ ഒന്ന് ജോലി അവർക്ക്. അന്നാ പോയത് ഇതുപോലെ അന്ന് പോയത് അങ്ങനെ പോയപ്പോ അന്നാ വന്നത് അവളങ്ങനെ പോയെ. അവിടെ ആരും പറഞ്ഞപ്പോഴാണ് അത് മരിച്ച അങ്ങനെ മരിച്ചല്ലേ ഇവിടെ വന്നത്. ഈ തന്തേരായി പറയടി പട്ടി കഴിവുള്ള മോളെ. ഈ പട്ടി കഴിവുള്ള മുഴുവൻ മോളെ. ഈ പട്ടി കഴിവുള്ള മുഴുവൻ മോളെ തന്തേരായി പറയാതി. ദൈവം നിനക്ക് ഏതാണ്ട് ശിക്ഷ വെച്ചിട്ടുണ്ട്. നിനക്ക് ദൈവം ശിക്ഷ വെച്ചിട്ടുണ്ട്. ഞാൻ തരണ്ട ദൈവം തരുന്നത്. ദൈവം കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കുന്നതാണ് ശരിക്കും. ദൈവം കൊടുക്കേണ്ടവർക്കൊക്കെ ശരിക്കും കൊടുക്കും. ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത കണ്ടവരെല്ലാം കൊന്നു തിന്നവന്മാർക്ക് ഒരിക്കലും ഗുണം പിടിക്കാതെ ഓത്തേ ഉള്ളൂ. ഗുണം പിടിക്കാതെ കണ്ടവരെല്ലാം കൊന്നു തിന്ന് നടക്കുക കുടുംബക്കാരികൾ. കണ്ടവന്മാരെല്ലാം കൊന്നു തിന്ന് നടക്കുക. കൊന്നു നിന്ന് നടക്കുക. കുടുംബക്കാരികൾ നടക്കുക. െല്ലാം കൊന്നു തിന്ന് നടക്കുന്നവന്മാര് കള്ളയപ്പും എല്ലാം ഇട്ട് നടക്കുക. ഇങ്ങനെ കണ്ടവരെല്ലാം കള്ളയപ്പും എന്റെ എന്തോ കല്ലായ്മകൾക്ക് വസ്തുവിന്റെ കണ്ടിട്ട് കള്ളയപ്പിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഏതോ കള്ളി. എനിക്ക് തോന്നില്ല അവളാ കല്ലി ഒപ്പിട്ടിരിക്കുന്നത്. രാജമ്മേന്ന് പറയുന്ന കല്ലിയുടെ അക്ഷരം ഇരിപ്പുണ്ടത്. കല്ലായ്മകത്തല്ലേ ഏതാണ്ട് ഇവിടെ വന്ന് ഒപ്പിട്ടപ്പോ ഏതാണ്ട് ദീപായ എസ് എന്ന് പറഞ്ഞോണ്ട് ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. ഞാനങ്ങനെ ഒപ്പിടാതെ ഇല്ല. ദീപായ എസ് എന്ന് പറഞ്ഞോണ്ട് കള്ളയൊപ്പിട്ട് വെച്ചിരിക്കുകയാണ്. കർണാടകയിൽ പണിക്കെത്തി എന്ന് പറഞ്ഞോണ്ട് കള്ളയൊപ്പിട്ട് അവരെല്ലാം കൊത്തു പിടിച്ച് പറിക്കാൻ നോക്കിയത് പോലെ ഇങ്ങനെ കള്ളയൊപ്പ് കൊണ്ട് നടക്കുക. പറയാം അവന്മാരും അവന്മാരും കള്ളയൊപ്പിട്ട് ഇങ്ങനെ നടക്കുക. കള്ളയൊപ്പിട്ട് നടക്കാൻ കള്ളയൊപ്പിടായി അവരൊക്കെ വട്ടണങ്ങി ഇതൊന്നും കെട്ടാം. അവൻ പറയുന്ന വട്ടണങ്ങിയ എന്നോട് തന്തരാജ് പറയാൻ എടിയ ലോകത്തെ ഇതുപോലെ തന്തരാജ് പറയുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. കള്ളയപ്പിട്ട് നടക്കുക. കള്ളയപ്പ് കണ്ടവനെല്ലാം ഇതാക്കി കള്ളയപ്പിട്ട് നടക്കുക. അതൊക്കെ കള്ളയപ്പിട്ട് നടക്കുക. പൈസ വട്ടികൾ 6 വട്ടികളുണ്ട്. വലിയ 6 വട്ടികളെ കണ്ട് എല്ലാരും പറയുന്നേക്കാം. മോൻ പോയ